അരുൺ, നമ്മുടെ ക്യാമറയിൽ തന്നെ വീണ്ടും വീണ്ടും ആ ദൃശ്യങ്ങൾ ലഭ്യമാവുകയാണ്, കുന്നിടിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അല്ലേ? അതേ മോത്തി ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മണ്ണ് വീണ്ടും വലിയ പാറ കെട്ട് ഉൾപ്പെടെയുള്ള മണ്ണ് വീണ്ടും ഇടിഞ്ഞു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ആളുകൾ മാറുക എന്നുള്ളതാണ്, സുരക്ഷിതമായി തന്നെ അരികിൽ നിന്ന് ദൃശ്യങ്ങൾ ഉൾപ്പെടെ സുരക്ഷിതമായി തന്നെ എടുക്കുക എന്നുള്ളതാണ്. സുരക്ഷിതമായി തന്നെ ഇവിടെ നിന്ന് മാറണം എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ അത്തരത്തിൽ സുരക്ഷിതമായി തന്നെ എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ പൂർണ്ണമായ ഒരു നിയന്ത്രണത്തിലേക്ക് ഇപ്പോൾ എന്തായാലും ഗതാഗതം പൂർണ്ണമായി മുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രധാന പാത തന്നെയാണ് അത്. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് അരികിൽ തന്നെയാണ്, പാണക്കാട് തങ്ങൾമാരുടെ പാണക്കാട് കുടുംബത്തിൻ്റെ അരികിലുള്ള അത്തരത്തിലുള്ള ഇവരുടെ വീടുകളൊക്കെ ഈ മേഖലയിൽ തന്നെയാണ്. പരപ്പരങ്ങാടി നാടുകാണി പ്രധാന പാതയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ ആളുകൾ വിളിക്കുന്നുണ്ടായിരുന്നു ഈ മണ്ണ് ഇടിയുന്നു എന്ന് പറഞ്ഞ്. അത്തരത്തിൽ റോഡിലേക്ക് മുകൾ ഭാഗത്ത് നിന്ന് കുറച്ച് വശത്തിലേക്ക് മണ്ണിടിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അതാ ഈ മിനിറ്റിലാണ് നമ്മളിവിടെ എത്തിയതിനു ശേഷമാണ് തുടർച്ചയായി ഇപ്പോൾ കുത്തിയൊലിച്ച് മണ്ണ് ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇത് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ അതൊക്കെ ഇതിന് കാരണമായി എന്നൊക്കെ ഒരു ആരോപണമൊക്കെ ഈ ഘട്ടത്തിൽ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ മേഖലയിൽ വീടുകളില്ല, ഇത് പ്രധാന പാതയാണ്. തങ്ങളെ മലപ്പുറത്ത് പാണക്കാടാണ് ഈ സംഭവം. പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിലേക്കാണ് ഈ മണ്ണിടിഞ്ഞ് വീണത്. മണ്ണും പാറയും അടക്കം ഇപ്പോഴും വീണുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിരവധി തവണയായി മാതൃഭൂമി ന്യൂസ് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അരുൺ അമർനാഥ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ കാഴ്ച ഉണ്ടായത്. വീണ്ടും മണ്ണിടിച്ചിലാണ് അവിടെ. മണ്ണും വെള്ളവും ചേർന്ന് കുത്തി ഒലിച്ചു വരുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്ന. വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത തന്നെയാണ് അവിടെ ഉള്ളത്. അരുൺ അമർനാഥ് തുടരുന്നുണ്ട്. അരുൺ പറയൂ. മോത്തി അതാ വീണ്ടും ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ മഴ എങ്ങാനും തുടർന്നാൽ എന്തൊരു ആശങ്ക ഉണ്ടാക്കുന്ന സ്ഥിതിഗതി എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ച് നെഞ്ചെടുപ്പ് കൂട്ടുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തായൊന്നും ഈ മുകളിലൊന്നും താമസമൊന്നും തന്നെ ഇല്ല. പക്ഷേ ഈ പ്രധാന പാതയിലേക്ക് വരുന്നുള്ളത് തന്നെയാണ്. വാഹനങ്ങൾ നിരന്തരമായി തന്നെ സഞ്ചരിക്കുന്ന മേഖലയാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ മന്ത്രിയുടെ വാഹനം ഉൾപ്പെടെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാഹനം ഉൾപ്പെടെ കടന്നു പോയതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പക്ഷെ മണ്ണ് അത്തരത്തിൽ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എത്തിയതിനു ശേഷമാണ് നമ്മുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തത്സമയം ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ കൂടുതലായി മണ്ണിടിഞ്ഞത്. അപ്പോൾ ഗതാഗതം എന്തായാലും തടസ്സപ്പെട്ട് ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നേരത്തെ ആശങ്ക വലിയ രീതിയിൽ നാട്ടുകാരൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗം കൂടിയായാണ് ഇത്തരത്തിൽ അതിനൊരു സാഹചര്യം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് എന്നൊക്കെ തന്നെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇവിടെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ടോ? ഇവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ ഇപ്പം നിന്നാണ് അങ്ങനെ. ഇത് അതിൻ്റെ മുകളിൽ വീടുകളൊന്നുമില്ലല്ലോ? വീടുകളൊന്നുമില്ല. പക്ഷേ പ്രധാന പാതയിൽ തന്നെ ഇത് നേരത്തെ ഇങ്ങനെ മണ്ണിടിയുന്നുണ്ടായിരുന്നു അവിടെ? നേരത്തെ ഒന്നുമില്ല. ഇതിങ്ങനെ മാന്തി അതിന് ശേഷം ഇടയുണ്ടായ ഒരു സാഹചര്യം എന്താണെന്നാ കരുതുന്നത്? ഇടയുണ്ടായ ഒരു കാരണം എന്താണെന്നാ കരുതുന്നത്? മഴ ശക്തിയായിട്ട് കൂടി അതൊക്കെ തന്നെയാണ്. വെള്ളം അവിടെ ഓൾറെഡി അവിടെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിലാണ് താഴോട്ട് വരുന്നത്. നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി തന്നെ അത്തരത്തിൽ അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അല്ലേ? നടന്നിട്ടില്ല, ഇനിയിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. വൈകുന്നേരത്തോടു ഒക്കെ നടത്തേണ്ടി വരും. അതല്ല, ഈ മുകളിൽ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ കോളേജ് ഉണ്ട്. അരുൺ, വീണ്ടും അവിടെ മണ്ണിടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണാം. ഇതാ വീണ്ടും മണ്ണിടിയുന്നു. ഓരോ ഭാഗങ്ങളായി ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്നത് നമുക്ക് കാണാം. വളരെ ദുർബലമായ ഒരു മേഖലയാണ് എന്ന് മനസ്സിലാക്കുന്നു. വെള്ളം ഉൾക്കൊണ്ട ഭൂമി താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ്. പാറയടക്കം നേരത്തെ താഴേക്ക് വന്നിരുന്നു. ഇതിൽ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് സ്ഥലത്ത് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ അത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിലാണിത്. പാണക്കാടാണ്. പറയൂ അരുൺ.
അതെ മോത്തി, ദൃശ്യങ്ങൾ മോത്തി ഉൾപ്പെടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ അപകട സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ മണ്ണ് കുത്തിയൊലിച്ച് ഈ ഒരു മേഖലയിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ നീരൊഴുക്ക് അവിടെ കുറവാണ്, എങ്കിൽ പോലും അത്തരത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മഴ കൂടിക്കഴിഞ്ഞാൽ ഇതിലും ശക്തമായി നീരൊഴുക്കുണ്ടാവും. അപ്പോൾ കൂടുതൽ മേഖലയിൽ അത്തരത്തിൽ ആ മണ്ണ് ഉൾപ്പെടെ ഇടിഞ്ഞ് മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ദുർബലമായ അത്തരത്തിലുള്ളൊരു സെൻസിറ്റീവായ രീതിയിലാണ് ആ മണ്ണിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പൊട്ടി താഴേക്ക് വീഴാനുള്ള സാധ്യത, ആ ഒരു ഭാഗം, ആ തെങ്ങ് ഉൾപ്പെടെ നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണുന്ന ആ ഒരു ഭാഗം ഉൾപ്പെടെ പൊട്ടി വീഴാനുള്ള സാധ്യത തള്ളിക്കളയാറാകില്ല എന്നുള്ളത് തന്നെയാണ് വരുന്നത്. മഴ കൂടിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് തന്നെയാണ്. ഇപ്പോൾ റോട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം നിലച്ച ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. നമ്മൾ വരുമ്പോൾ ഈ റോഡ് ക്ലിയർ ആയിരുന്നു, ഈ മേഖലയിലൂടെ തന്നെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റോഡ് പൂർണ്ണമായും അത്തരത്തിൽ ചളി കെട്ടിക്കിടക്കുന്ന നിലയിൽ, മണ്ണ് മൂടിക്കിടക്കുന്ന നിലയിലാണ് റോഡ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഗതാഗതം എന്തായാലും പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. പ്രധാനമായ ഒരു ആശ്വാസം ഈ മേഖലയിൽ വീടുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഗതാഗതത്തെയും റോഡിനെയും ബാധിക്കുന്ന തരത്തിൽ, ആളുകളെ ബാധിക്കുന്ന തരത്തിൽ തന്നെ ഇത്തരത്തിൽ മണ്ണ് കുത്തിയെറിഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായുമുള്ള ആശങ്ക എന്ന് പറയുന്നത്. പ്രദേശവാസികളൊക്കെ രാവിലെ മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, നമുക്കൊക്കെ ആ ഫോൺ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് മണ്ണിടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, 2 ദിവസമായി തന്നെ മണ്ണിടിഞ്ഞതിൻ്റെ തുടർക്കഥയായിരുന്നു. പക്ഷേ ഈ മണിക്കൂറിലാണ് ഇപ്പോൾ സാരമായി തന്നെ മണ്ണിടിയുന്നത്. ഇത് 2 ദിവസം മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല, 2 ദിവസം മുന്നേ ഇല്ല, ലേസം പൊട്ടിയിട്ടുള്ളൂ കുറച്ചുകൂടി. പക്ഷേ ഇന്ന് ഇത്രയും രൂക്ഷമായിട്ട് വരുന്നപ്പോഴാണ്, ഇപ്പോഴാണ്. ഇന്ന് നല്ല മഴയാണ്. ഈ മഴ ഈ ഒരു മേഖലയിൽ മാത്രമാണോ അങ്ങനെയുള്ളത്? അതെ, വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും വീടുകളില്ല അല്ലേ? മുകളിലൊന്നും വീടുകളില്ല. ഇല്ല ഇല്ല, ഇവിടെ വീടില്ല, മുകളിൽ സ്കൂളുണ്ട്. ഇപ്പം എന്തായാലും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നില. ആ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഇതാ കാണുന്നത്. അവിടെ ആ ഭാഗമായി എന്തായാലും അവിടെ സുരക്ഷിതമായ മേഖലയാണ്, കുഴപ്പമില്ല. എന്താണ് ഇങ്ങനെ ഉണ്ടാവേണ്ട ഒരു കാരണം? അവിടെ നിർമ്മാണ പ്രവർത്തനമൊക്കെ മലപ്പുറം നടക്കുന്നുണ്ട്. പാണക്കാടാണ് ഈ സംഭവം. വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നു. നമുക്ക് ഇതിൽ